ജയ്സാൽമീറിലെ സ്വർണ്ണമണൽക്കുന്നുകൾക്കിടയിൽ നൂറാൻ എന്ന യുവതി ജീവിച്ചിരുന്നു. അവൾ വെറുമൊരു മരുഭൂമി നിവാസിയായിരുന്നില്ല. തേൾവിഷം ശരീരത്തിൽ നിന്ന് പാടിയിറക്കിക്കളയാൻ കഴിവുള്ള അസാധാരണയായ തേൾപ്പാട്ടുകാരിയായിരുന്നു അവൾ. കത്തുന്ന വെയിലിലും അവളുടെ സ്വരം മണൽക്കാറ്റിനെ ശാന്തമാക്കി. നൂറാന്റെ മുത്തശ്ശി സുബൈദയായിരുന്നു അവളുടെ ഗുരു. മരുഭൂമിയിലെ നിഗൂഢതകളും പാട്ടിലെ മാന്ത്രികവിദ്യയും സുബൈദ അവൾക്ക് പകർന്നു നൽകി. ഓർക്കുക നൂറാൻ, വിഷം ശരീരത്തിലല്ല, ആത്മാവിലാണ് ആദ്യം കയറുന്നത്, സുബൈദ എപ്പോഴും പറയുമായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം ആ മണൽക്കാടുകളേക്കാൾ ആഴമുള്ളതായിരുന്നു. ആ കാലത്താണ് ആദമെന്ന ഒട്ടകവ്യാപാരി അവിടെയെത്തുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് ഒട്ടകങ്ങളെ കൊണ്ടുവരുന്ന കരുത്തനായ ഒരാളായിരുന്നു അവൻ. നൂറാന്റെ സ്വരവും അവളുടെ ധീരതയും അവനെ വല്ലാതെ ആകർഷിച്ചു. ദൂരെ എവിടെയോ ഇരുന്നുകൊണ്ട് അവൻ അവളുടെ പാട്ടിനായി കാതോർത്തു. ആദം നൂറാനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അവൻ അവൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ഒട്ടകപ്പാലും നൽകി പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ നൂറാൻ ഒരു സ്വതന്ത്രമായ കാറ്റായിരുന്നു. അവളുടെ മനസ്സ് കീഴടക്കാൻ ആദത്തിന് കഴിഞ്ഞില്ല. ഈ നിരസനം ആദത്തിന്റെ ഉള്ളിലെ പ്രണയത്തെ ക്രൂരമായ പകയായി മാറ്റി. ഒരു രാത്രിയിൽ കനത്ത മണൽക്കാറ്റ് വീശി. ആ ഇരുട്ടിൽ മുത്തശ്ശി സുബൈദയെ കാണാതായി. സുബൈദയെ തെരഞ്ഞുപോയ നൂറാൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ആ ഇരുട്ടിൽ അവളെ ഉപദ്രവിച്ച ആളെ തിരിച്ചറിയാൻ അവൾക്കായില്ല. അവളുടെ ആത്മാവിലെ പാട്ട് പെട്ടെന്ന് നിലച്ചുപോയി. എല്ലാം നഷ്ടപ്പെട്ടവളായി നൂറാൻ മണലിൽ തളർന്നിരുന്നു. അവളുടെ ശബ്ദം നഷ്ടപ്പെട്ടു, ലോകത്തോടുള്ള വിശ്വാസവും. ആ അവസ്ഥയിൽ ഒരു രക്ഷകനെപ്പോലെ ആദം അവളുടെ അടുത്തേക്ക് വീണ്ടും വന്നു. തന്റെ ക്രൂരത മറച്ചുവെച്ച് അവൻ അവൾക്ക് തുണയായി നിന്നു. ഒടുവിൽ ഗതിയില്ലാതെ അവൾ ആദത്തിന്റെ സംരക്ഷണം സ്വീകരിച്ചു. അവർ വിവാഹിതരായി. പക്ഷേ ആദത്തിന്റെ വീട്ടിലെ ജീവിതം നൂറാന് ഒരു തടവറ പോലെയായിരുന്നു. എങ്കിലും തന്റെ പാട്ട് തിരിച്ചുപിടിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ മുത്തശ്ശി സുബൈദയെക്കുറിച്ചുള്ള ചിന്തകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം മുത്തശ്ശിയുടെ പഴയ വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് നൂറാൻ ഒരു ലോക്കറ്റ് കണ്ടെടുത്തു. അത് ആ ചതി നടന്ന രാത്രിയിൽ ആക്രമിച്ചയാളുടെ കയ്യിൽ അവൾ കണ്ടതായിരുന്നു. അത് ആദത്തിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞു. അന്ന് രാത്രി നൂറാൻ ആദത്തെ മരുഭൂമിയുടെ ആഴങ്ങളിലേക്ക് വിളിച്ചു. ആകാശം ചുവന്നു തൊടുത്തിരുന്നു. അവിടെ വെച്ച് അവൾ പാടാൻ തുടങ്ങി. എന്നാൽ അത് വിഷമിറക്കാനുള്ള പാട്ടായിരുന്നില്ല. പകരം ആദത്തിന്റെ ഉള്ളിലെ കറുത്ത ആത്മാവിനെ നശിപ്പിക്കാനുള്ള മന്ത്രമായിരുന്നു. പാട്ടിന്റെ താളത്തിനൊപ്പം നൂറുകണക്കിന് തേളുകൾ അവിടുത്തെ മണലിൽ നിന്ന് പുറത്തുവന്നു. ആദം മണലിൽ വീണുപിടഞ്ഞു. അവന്റെ ചതിക്കുള്ള ശിക്ഷ ആ മരുഭൂമി തന്നെ നൽകി. പാട്ട് നിർത്തിയ നൂറാൻ ചക്രവാളത്തിലേക്ക് സാവധാനം നടന്നുപോയി. മുത്തശ്ശി പറഞ്ഞതുപോലെ അവൾ തന്റെ ആത്മാവിലെ വിഷം പാടിത്തീർത്തു. അവൾ എങ്ങോട്ടു പോയെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇന്നും ജയ്സാൽമീറിലെ കാറ്റിൽ ആ തേൾപ്പാട്ട് കേൾക്കാമെന്ന് മരുഭൂമി പറയുന്നു.